ഹലോ, എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ ലാപ്ടോപ്പും കമ്പ്യൂട്ടറും ഒന്നും ഇല്ലാണ്ട് നമ്മുടെ മൊബൈലിൽ നല്ലൊരു അടിപൊളി PDF ക്രിയേറ്റ് ചെയ്യാമെന്നുള്ളതാണ്. അപ്പോൾ എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ ഹൈപ്പ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ എന്തായാലും ഈ ഒരു വീഡിയോ ഒന്ന് ഹൈപ്പ് ചെയ്യുക. അത് നിങ്ങൾ ലൈക്ക് ബട്ടൺ അമർത്തിയാൽ തന്നെ ഹൈപ്പ് ചെയ്യാനുള്ള ഓപ്ഷൻ വരും. അപ്പോൾ എല്ലാവരും ഒന്ന് ഹൈപ്പ് ചെയ്യുക. അപ്പോൾ നമുക്ക് അധികം ലാഗിങ് ഇല്ലാതെ വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ ഈ ഒരു ആപ്ലിക്കേഷന്റെ പേരെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഗൂഗിൾ ഡോക്സ് എന്നാണ് കേട്ടോ. ഈ ഒരു ഗൂഗിൾ ഡോക്സിന്റെ പ്രധാന ഹൈലൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നെറ്റ് ഇല്ലെങ്കിലും ഒരു PDF ക്രിയേറ്റ് ചെയ്യാനും PDF എഡിറ്റ് ചെയ്യാനും സാധിക്കും. ഓക്കെ, അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് ഉപയോഗിക്കുന്നത് എങ്കിൽ നിങ്ങൾ ആദ്യത്തെ ഡോക്യുമെന്റ്, ആദ്യത്തെ PDF നെറ്റ്വർക്ക് ഉപയോഗിച്ചിട്ട് വേണം ക്രിയേറ്റ് ചെയ്യാൻ. ഓക്കെ, പിന്നീട് നിങ്ങൾക്ക് അതേ PDF നെറ്റ്വർക്ക് ഇല്ലാതെ തന്നെ എഡിറ്റ് ചെയ്യാനും വേറൊരു PDF നെറ്റ്വർക്ക് ഇല്ലാതെ ക്രിയേറ്റ് ചെയ്യാനായിട്ടും സാധിക്കും. അപ്പോൾ ഇവിടെ നോക്കൂ, ഞാൻ എൻ്റെ മൊബൈലത്തെ നെറ്റ്വർക്ക് ഓൺ ആക്കിയിട്ടില്ല. ഓക്കെ, അപ്പോൾ ഞാൻ എങ്ങനെയാണ് ഒരു PDF ക്രിയേറ്റ് ചെയ്യുന്നത് എന്ന് കാണിച്ചു തരാം. അതിനായിട്ട് നിങ്ങൾ എന്ത് ചെയ്യാന്നറിയോ, ഈ ഒരു പ്ലസ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഇത് അവിടെ കണ്ടില്ലേ, ചൂസ് ടെംപ്ലേറ്റ് ന്യൂ ഡോക്യുമെന്റ് എന്ന് പറഞ്ഞിട്ട് കാണിക്കുന്നുണ്ട്. ഈ ചൂസ് ടെംപ്ലേറ്റ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഓരോരോ ടെംപ്ലേറ്റ് ഇവർ തരുന്നതായിരിക്കും. അത് പിന്നെ നമ്മൾ എഡിറ്റ് ചെയ്യേണ്ടി വരും. പക്ഷേ ഈ ടെംപ്ലേറ്റ് ലോഡ് ആവണമെന്നുണ്ടെങ്കിൽ നമ്മുടെ മൊബൈലിൽ ഇന്റർനെറ്റ് വേണം. ഓക്കെ, അപ്പോൾ ഞാനിവിടെ ന്യൂ ഡോക്യുമെന്റ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ അതങ്ങനെ അൺടൈറ്റിൽഡ് ഡോക്യുമെന്റ് എന്ന് പറഞ്ഞിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഓരോന്ന് ചെയ്ത് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ ആദ്യം ഇതിലേക്ക് എങ്ങനെ ഒരു ടൈറ്റിൽ കൊണ്ടുവരാൻ നോക്കുകയാണ്. അതിനായിട്ട് നിങ്ങളിവിടെ ഈ ഒരു A1 കാണിക്കുന്ന ഈ സംഭവത്തിലുണ്ടല്ലോ, ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാം. ഇവിടെ ഫോർമാറ്റ് പറഞ്ഞിട്ടുള്ളൊരു സംഭവമായിരിക്കും വന്നിട്ടുണ്ടാവുക. ഇവിടെ നോർമൽ ടെക്സ്റ്റ് മാറ്റിയിട്ട് ടൈറ്റിൽ ആക്കുക കേട്ടോ. ഇനി ഇതിന്റെ ഫോണ്ടും കാര്യങ്ങളൊക്കെ മാറ്റണം എന്നുണ്ടെങ്കിൽ ഈ ഏരിയയിൽ വന്നിട്ട് കാണിക്കുന്നുണ്ടാവും, ഏരിയയിൽ വന്നിട്ട് അതിന് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ ഫോണ്ടും കാര്യങ്ങളൊക്കെ വരുന്നതായിരിക്കും. പക്ഷേ നിങ്ങൾ ഗൂഗിൾ ഡോക്സ് ആദ്യമായിട്ടാണ് യൂസ് ചെയ്യുന്നത് എങ്കിൽ ഗൂഗിൾ ഡോക്സിന്റെ വളരെ കുറച്ച് ഫോണ്ടുകൾ മാത്രമായിരിക്കും കാണിക്കുന്നുണ്ടാവുക. അതാണ് അതിന്റെ ഡിഫോൾട്ട് ഫോണ്ടുകൾ. ഇനി അതല്ല, നിങ്ങൾക്ക് വേറെ വല്ല ഫോണ്ടും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിന്റെ സൈറ്റിൽ പോയാൽ ഇതൊക്കെ ആഡ് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. വേറെ വല്ല ഫോണ്ടും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. ഇപ്പോൾ ഈ അൽക്കലാമി, അമീരി, അനക്ക് മലയാളം, അരിമ അങ്ങനെയുള്ള ഈ ഫോണ്ടുകളൊക്കെ ഉണ്ടല്ലോ, ഇതൊക്കെ ഞാൻ അതിന്റെ ആ ഒരു സൈറ്റിൽ പോയിട്ട് ആഡ് ചെയ്തതാണ്. ഓക്കെ, അപ്പോൾ ഈ സൈറ്റിന്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലൊക്കെ കൊടുത്തേക്കാം. ഓക്കെ, അപ്പോൾ ഞാനിവിടെ അൽക്കലാമിയാണ് ഫോണ്ട് സെലക്ട് ചെയ്യുന്നത്. ഇനി നമുക്ക് ഇതിന്റെ സൈസ് വേണമെങ്കിൽ കൂട്ടും കുറയ്ക്കൊക്കെ ചെയ്യാം കേട്ടോ. ഓക്കെ, അത് മാത്രമല്ല ഇതിന്റെ ബോൾഡ്നെസ്, അതുപോലെ തന്നെ ഇറ്റാലിക് സ്റ്റൈൽ, ഇതൊക്കെ നമുക്ക് ആഡ് ചെയ്യാനായിട്ട് സാധിക്കും. ബോൾഡ്നെസ് വരുത്തണമെന്നുണ്ടെങ്കിൽ ഈ B എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്താൽ മതി. ബോൾഡ്നെസ് വേണ്ടെന്നുണ്ടെങ്കിൽ ഇതിൽ വീണ്ടും ക്ലിക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഇറ്റാലിക് ഫോണ്ടാണ് വേണ്ടതെങ്കിൽ ഈ Iയിൽ ക്ലിക്ക് ചെയ്യുക. അത് മാറ്റണമെന്നുണ്ടെങ്കിൽ അതിൽ വീണ്ടും ക്ലിക്ക് ചെയ്യുക. പിന്നെ അണ്ടർലൈൻഡ് ആക്കണമെന്നുണ്ടെങ്കിൽ ഈ Uയിൽ ക്ലിക്ക് ചെയ്യുക. അത് വേണ്ടെന്നുണ്ടെങ്കിൽ വീണ്ടും അതിൽ ക്ലിക്ക് ചെയ്യുക കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ഇതിന്റെ അലൈൻമെന്റും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അതിനായിട്ടുള്ള ഓപ്ഷൻസ് ആണ് ഇതൊക്കെ. ഓക്കെ, ഇതൊക്കെ ഇതിനായിട്ടുള്ള ഓപ്ഷൻസ് ആണ്. ഞാനിവിടെ സെന്റർ അലൈൻമെന്റ് ആണ് ചൂസ് ചെയ്തിട്ടുള്ളത്. അപ്പൊ ഞാൻ ഇതിന്റെ കളർ മാറ്റാനായിട്ട് പോവാണ് കേട്ടോ. അതിനായിട്ട് ഈ ടെക്സ്റ്റ് എന്നുള്ള ഈ ഒരു സംഭവത്തിൽ ക്ലിക്ക് ചെയ്താൽ മതി. ഇവിടെ നിങ്ങൾക്ക് ഇഷ്ടം പോലെ കളറുകൾ വരുന്നതായിരിക്കും. ഇതിനെയാണ് കളർ പാലറ്റ് എന്ന് വിളിക്കുന്നത് കേട്ടോ. ഞാൻ ഒരു ഓറഞ്ച് കൊടുക്കുന്നു. ഓക്കെ, ഇനി ഇതിന് ഹൈലൈറ്റ് വേണമെങ്കിൽ കൊടുക്കാം. ഹൈലൈറ്റ് ആയിട്ട് ഞാൻ എന്ത് ചെയ്യാണ്, ഒരു ചുവപ്പ് കൊടുക്കുന്നു, ബാക്ക് അടിക്കുന്നു. ഓക്കെ, അപ്പോൾ അത്രേ ചെയ്യേണ്ടുള്ളൂ. ഇനി ഞാനിവിടെ എൻ്റെ ടൈറ്റിൽ കൊടുക്കുന്നു, ഹായ്. ഇനി എങ്ങനെ ഇതിലേക്ക് ഹെഡിങ്ങും കാര്യങ്ങളൊക്കെ വരുത്താമെന്ന് നോക്കാം. അതിന് അതേ ഓപ്ഷൻ തന്നെയാണ്, സെയിം ഓപ്ഷൻ തന്നെയാണ്. ഈ ഒരു Aയിൽ ക്ലിക്ക് ചെയ്യാം. ഓക്കെ, എന്നിട്ട് ഈ നോർമൽ ടെക്സ്റ്റ് മാറ്റിയിട്ട് ഹെഡിങ് 1, ഹെഡിങ് 2, ഹെഡിങ് 3, ഹെഡിങ് 4, ഹെഡിങ് 5, ഹെഡിങ് 6 എന്നിട്ട് കുറേ ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ ഹെഡിങ്ങുകൾ നിങ്ങൾക്ക് എങ്ങനെയാണ് ആഡ് ചെയ്യാനായിട്ട് സാധിക്കുന്നത്. ഓക്കെ, പിന്നെ അത് മാത്രമല്ല സബ് ടൈറ്റിലും വേണമെങ്കിൽ ആഡ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഈ ഒരു ടൈറ്റിൽ ആഡ് ചെയ്യാൻ തന്നെ അറിഞ്ഞു കഴിഞ്ഞാൽ ഹെഡിങ്ങും സബ് ടൈറ്റിലും പാരഗ്രാഫ് ഒക്കെ നമുക്ക് ഈസി ആയിട്ട് ആഡ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് ഞാൻ ഈ ഒരു ഗൂഗിൾ ഡോക്സ് വെച്ച് ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഒരു PDFും കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം കേട്ടോ. എങ്ങനെയാണ് അതിന്റെ ഒരു ഔട്ട്പുട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഓക്കെ, ഇനി നമുക്ക് ഇതിലേക്ക് എങ്ങനെ ലൈനും കാര്യങ്ങളൊക്കെ കൊണ്ടുവരാം. ലൈൻ ബ്രേക്കിൽ ചില PDFുകളിലൊക്കെ നിങ്ങൾ കണ്ടിട്ടില്ല ഒരു ലൈന്. അതിനായിട്ട് നിങ്ങൾ എന്ത് ചെയ്യാന്നറിയോ, ഈ ഒരു പ്ലസ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. പ്ലസ് ബട്ടണിൽ ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ ലിങ്ക്, കമന്റ്, ഇമേജ്, ടേബിൾ, മാർക്കപ്സ്, ഹൊറിസോണ്ടൽ ലൈന്, പേജ് ബ്രേക്ക് കണ്ട് കാണിക്കുന്നുണ്ട്. ഈ ഹൊറിസോണ്ടൽ ലൈനിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇവിടെ കണ്ടില്ലേ ഒരു ലൈന് വന്നിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ. ഈസിയാണ് ലൈൻ കൊണ്ടുവരാനായിട്ട്. ഇനി നമുക്ക് ഇതിലേക്ക് എങ്ങനെ ഒരു ടേബിൾ കൊണ്ടുവരാൻ നോക്കാം. ടേബിൾ. ഓക്കെ, അതിനായിട്ട് വീണ്ടും അതേ പ്ലസ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ടേബിൾ നമ്മൾ നേരത്തെ കണ്ട ഓപ്ഷനില്ലേ, ആ ടേബിളിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്താൽ മതി. ഇനി കോളംസിന്റെ എണ്ണം കൂട്ടും കുറയ്ക്കുകയും ചെയ്യാം, റോസിന്റെ എണ്ണം കൂട്ടും കുറയ്ക്കുകയും ചെയ്യാം കേട്ടോ. അപ്പൊ ഞാനിവിടെ ഇൻസേർട്ട് ടേബിൾ കൊടുക്കുന്നു. ദാണ്ടിലെ 3 കോളവും 3 റോസും ഉള്ള ടേബിൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ടെക്സ്റ്റും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യാം കേട്ടോ. ടെക്സ്റ്റും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യാം. ഓക്കെ,
ഇനി ഇതിനകത്ത് കൊടുത്തിട്ടുള്ള ഈ ഒരു ടെക്സ്റ്റിന്റെ സ്റ്റൈൽ എങ്ങനെ മാറ്റാമെന്ന് നോക്കാം. അതായത് ഇതിന്റെ ബോൾഡ്നെസ്സും ഇറ്റാലിക്നെസ്സും. അതിനായിട്ട് നിങ്ങൾ എന്ത് ചെയ്യാന്നറിയോ, ഇവിടെ നിങ്ങൾ ഏതെങ്കിലും ഒരു ടെക്സ്റ്റിൽ ജസ്റ്റ് ഒന്ന് അമർത്തി പിടിക്കുക. അപ്പോൾ അങ്ങനെ വരും. ഇതൊന്ന് ഡ്രാഗ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഓക്കെ, ഇത്രയേ ഉള്ളൂ. ഇനി നിങ്ങൾ അടിയിൽ ആ ബി ചിഹ്നത്തിൽ ക്ലിക്ക് ചെയ്താൽ ബോൾഡ്നെസ് റെഡിയായി. ഈ ഒരു ഐ ചിഹ്നത്തിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റാലിക്നെസ്സും റെഡിയായി. ഓക്കെ, ഇനി അണ്ടർലൈനും കാര്യങ്ങളൊക്കെ കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഇത് അണ്ടർലൈനും റെഡിയായി. ഇത്രയേ ഉള്ളൂ, അടിപൊളിയാണ്. ഓക്കെ, ഇനി നമുക്ക് ഇതിലേക്ക് എങ്ങനെ ലിങ്കുകൾ കൊടുക്കാമെന്ന് നോക്കാം. ലിങ്കുകൾ ഓരോ URLs ഇല്ലേ, അതെങ്ങനെ കൊടുക്കാമെന്ന് നോക്കാം. അതിനായിട്ട് നിങ്ങൾ വീണ്ടും പ്ലസ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അവിടെ ഫസ്റ്റ് തന്നെ കാണിക്കുന്നുണ്ട് ലിങ്ക് എന്ന് പറഞ്ഞിട്ട്. ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇവിടെ ടെക്സ്റ്റ് എന്ന് പറഞ്ഞിട്ട് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഞാനിവിടെ ക്ലിക്ക് നൗ എന്ന് കൊടുക്കുന്നു. ക്ലിക്ക് നൗ. ഓക്കെ, ഇനി നെക്സ്റ്റ് കൊടുക്കുന്നു. നെക്സ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ ലിങ്ക് പറഞ്ഞിട്ട് കാണിക്കുന്നുണ്ട്. ഇവിടെ നിങ്ങളുടെ URLും കാര്യങ്ങളൊക്കെ എൻ്റർ ചെയ്യാം. ഓക്കെ, www.1234567 ഇതൊരു ഡെമോ ആണ് കേട്ടോ, റിയൽ URLൊന്നും അല്ല. ഓക്കെ, .com. ഓക്കെ, ഇതൊന്ന് കൊടുക്കുന്നു. ഇവിടെ കണ്ടില്ലേ ക്ലിക്ക് നൗ പറഞ്ഞിട്ട് വന്നിട്ടുണ്ട്. ഓക്കെ, ഇങ്ങനെയാണ് ലിങ്കും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യുന്നത്. ഇനി നമുക്ക് ഇതിലേക്ക് എങ്ങനെ ഇമേജസ് കൊണ്ടുവരാൻ നോക്കാം. ഇമേജസ്, അതിനായിട്ട് വീണ്ടും എന്ത് ചെയ്യുക, ഈ ഒരു പ്ലസ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഇമേജ് എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫോൺ ക്യാമറ ഉപയോഗിച്ചുകൊണ്ട് ഓരോന്ന് ക്യാപ്ചർ ചെയ്തിട്ട് ഇതിലേക്ക് കൊണ്ടുവരാനായിട്ട് സാധിക്കും. ഇനി അതിൻ്റെ താഴെ ഗൂഗിളിൽ നിന്ന് ഓരോ ഫോട്ടോസ് സെലക്ട് ചെയ്തിട്ട് ഇതിനകത്ത് കൊണ്ടുവരാനായിട്ട് സാധിക്കും. അതിനാണ് ഫ്രം വെബ് എന്നുള്ളൊരു ഓപ്ഷൻ. അപ്പോൾ നമുക്ക് ഗാലറീസ് എന്നാണ് വേണ്ടതെങ്കിൽ അതിനെന്ത് ചെയ്യുക, ഫ്രം ഫോട്ടോസ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ നിങ്ങളുടെ ഗാലറി ആയിരിക്കും വരുന്നുണ്ടാവും. അപ്പോൾ ഞാൻ ഏതെങ്കിലും ഒരു ഫോട്ടോ ഇവിടെ സെലക്ട് ചെയ്യുന്നു. ഓക്കെ, ഇവിടെ ഫോട്ടോ വന്നിട്ടുണ്ട്. കണ്ടില്ല, ഇത്രയേ ഉള്ളൂ. ഫോട്ടോ ആഡ് ചെയ്യാനുള്ള മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് ഫോട്ടോ ആഡ് ചെയ്യുന്നത്. ഇനി നമുക്ക് ഈ ഒരു പേജിന്റെ കളർ എങ്ങനെ മാറ്റാമെന്ന് നോക്കാം. അതിനായിട്ട് ഈ ഒരു 3 ഡോട്ടിൽ ക്ലിക്ക് ചെയ്യാം. എന്നിട്ട് പേജ് സെറ്റപ്പ് എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. താഴോട്ട് സ്ക്രോൾ ചെയ്യുക. പേജ് കളർ എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്താൽ മതി. ഇവിടെ നിങ്ങൾക്ക് കളർ മാറ്റാനുള്ള ഓപ്ഷൻ വരുന്നതായിരിക്കും കേട്ടോ. ഇഷ്ടംപോലെ കളേഴ്സ് ഉണ്ട്. ഇതാണ് കളർ പാലറ്റ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ സെലക്ട് ചെയ്യാം. ഓക്കെ, എന്നിട്ട് ബാക്ക് അടിക്കാം. കണ്ടില്ലേ, ഇതിപ്പോൾ ഞാൻ ഡാർക്ക് തീം ആക്കിയത് കൊണ്ടാണ് നിങ്ങൾക്ക് ഇങ്ങനെ കാണുന്നത്. നമുക്ക് ഇതിന്റെ തീം മാറ്റാം കേട്ടോ. അതിനായിട്ട് വീണ്ടും 3 ഡോട്ടിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇവിടെ വ്യൂ ഇൻ ലൈറ്റ് തീം എന്ന് പറഞ്ഞിട്ട് കാണിക്കുന്നുണ്ട്. അതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാം. ലൈറ്റ് തീം ആയിട്ടുണ്ട് കേട്ടോ. ഡാർക്ക് തീം ആക്കണമെന്നുണ്ടെങ്കിൽ വ്യൂ ഇൻ ഡാർക്ക് തീം കൊടുത്താൽ മതി. ഞാനെന്തായാലും ഇവിടെ ലൈറ്റ് തീം കൊടുക്കുന്നു. അതാണ് കുറച്ചും കൂടി ഒരു എന്താ പറയുക, കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ പേജിന്റെ കളർ മാറിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഈ ഒരു PDF ഉണ്ടില്ലേ, ഈ ഒരു PDF ഞാൻ ഈ ഒരു ആപ്ലിക്കേഷൻ വെച്ച് ക്രിയേറ്റ് ചെയ്തതാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ഈ ഒരു ആപ്ലിക്കേഷൻ നല്ലൊരു ഗുണം കാച്ച ആപ്ലിക്കേഷൻ തന്നെയാണ്. എല്ലാവരും ഇന്ന് തന്നെ പ്ലേ സ്റ്റോറിൽ പോയിട്ട് ഈ ഒരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുക. ഇതിൻ്റെ പേര് ഗൂഗിൾ ഡോക്സ് എന്നാണ്. അപ്പോൾ ഇതിൻ്റെ ലിങ്കും കാര്യങ്ങളൊക്കെ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഒക്കെ കൊടുത്തേക്കാം. അപ്പോൾ എല്ലാവരും ഇൻസ്റ്റാൾ ചെയ്ത് ഉപയോഗിച്ച് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം എന്താണോ അതൊന്ന് കമൻറ്റ് ചെയ്യാനും മറക്കണ്ട. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ.